അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗുരുവായൂർ രസക്കാളൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഗുരുവായൂർ രസക്കാളൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഗുരുവായൂർ രസക്കാളൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളകും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. പച്ചമുളക് 2ആയി നടു കീറിയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിലേക്ക് 1 സ്പൂണ് റെഡ് ചില്ലി, നമ്മുടെ വറ്റൽമുളക് ചതച്ച് വെച്ചതില്ലേ, അത് 1 സ്പൂണോളം ചേർക്കുക. അതിനുശേഷം നമ്മളിതാ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുകയാണ്. ഇനി കാശ്മീരി മുളക് പൊടി നമ്മൾ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉലുവ, അധികം ചേർക്കരുത്, 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് സ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകം, അത് വറുത്ത് പൊടിച്ചതാണ്, അത് 1 സ്പൂൺ ചേർക്കുക. ഇതിലേക്ക് നമ്മളിനി 1 കപ്പ് തൈര്, അതായത് ഒരു 250 ml ഒക്കെ ഉണ്ടാവും, 1 കപ്പ് തൈര് ചേർക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ അച്ച് ശർക്കര. ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ അവിടെ കഷ്ണങ്ങൾ കിടന്ന് വേവിട്ട് അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ, 1 സ്പൂൺ ജീരകം, അതല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി, 1 പിടി കറിവേപ്പില, 1 കപ്പ് തൈര്, ഇത് 4 കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ കൂട്ടാൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് നന്നായി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതിലേക്ക് ഒഴിക്കാം, അതല്ലെങ്കിൽ ഈ അരപ്പിൻ്റെ ഇതിൽ തന്നെ വെച്ച് കുറുക്കിയെടുക്കാം. എനിക്ക് കുറച്ചുകൂടി വെള്ളം പോലെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയുടെ പാത്രം ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് താളിക്കാനുള്ളത് തയ്യാറാക്കാം. ഇനി ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 കഷ്ണം ബട്ടർ ഇടുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് തിളച്ച് വരുന്ന കൂട്ടാനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഗുരുവായൂർ രസക്കാളൻ തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.